ദൈവതിരുനാമം മാത്രം മോത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്ക് ഈ എപ്പിസോഡിൽ കാത്തിരിപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പനേരം ചിന്തിക്കാം. കാത്തിരിപ്പ്, ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പ്. ടെക്നോളജി ഇത്ര അധികമായി പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ക്ഷമയോടെ കാത്തിരിക്കുക എന്നത് ഒരു നോൺസെൻസ് വാക്കായി മാറിയിരിക്കുന്നു. ടെക്നോളജി നമ്മുടെ ജീവിതത്തെ ഈസി ആക്കുന്നതിനോടൊപ്പം നമ്മെ അലസരും അക്ഷമരും ആക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മളെല്ലാവരും അക്ഷമരാണ്. ഒരു വെബ് പേജ് എടുത്താൽ അത് ലോഡാകാൻ താമസിച്ചാൽ നമ്മൾ അസ്വസ്ഥരാകുന്നു. ഒരു ചാറ്റ് അയച്ചിട്ട് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നമ്മളാകെ ചിന്താകുലരാകുന്നു. യൂട്യൂബ് ഷോർട്സും റീൽസുകളും എല്ലാം നമ്മെ പതിയെ അക്ഷമരാക്കുന്നു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇന്ന് ഒരു മുറിയിൽ നിന്നും അപ്പുറത്തെ മുറിയിലെ ആളോട് സംസാരിക്കണമെങ്കിൽ അലക്സ ഡ്രോപ്പ് ഇൻ എന്ന കമാൻഡ് കൊടുത്താൽ മതി. കഷ്ടപ്പെട്ട് അപ്പുറത്തെ മുറിയിൽ പോയി അലക്സ സ്റ്റോപ്പ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. കഷ്ടപ്പെട്ട് അപ്പുറത്തെ മുറിയിൽ പോയി ആളോട് സംസാരിക്കണം എന്നൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾക്കായി കാത്തിരുന്ന് മടുത്തു പോകാറുണ്ട്, അക്ഷമരാകാറുണ്ട്, കാത്തിരിക്കാൻ വയ്യ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ അറിവില്ലായ്മയാണ് എന്ന് ഞാൻ പറയും. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന അറിവ്. അതില്ലാതെ പോകുമ്പോഴാണ് നമ്മൾ അക്ഷമരാകുന്നത്. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. നമ്മുടെ പല വിഷയങ്ങളിലും ദൈവം ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ ഇന്ന അളവിൽ പ്രവർത്തിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. അത് നടക്കാതെ പോകുമ്പോൾ നമ്മൾ നിരാശരാകുന്നു. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആകണമെന്നില്ല. ദൈവത്തിൻ്റെ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തക്ക സമയത്ത് വെളിപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസ് 5:6 ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകൾ എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നാം പലപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കാതെ വരുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്നു. ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ല എന്ന് വിചാരിച്ചു പോകുന്നു. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു: നിങ്ങളുടെ ഉത്കണ്ഠകൾ എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അലസനായി നിൽക്കുന്നവനല്ല. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ വിഷമങ്ങൾ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർ അധികം താല്പര്യം കാണിച്ചില്ല എന്ന് വരാം. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു: അവൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ആകാംക്ഷയോടെ ചെവി ചായച്ച് വളരെ ശ്രദ്ധയോടെയാണ് നിങ്ങളെ നോക്കി നിൽക്കുന്നത്. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ പലതരത്തിലുള്ള ഉത്കണ്ഠകൾ പേറി നടക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. നമ്മുടെ ആകുലതകളും വിഷമങ്ങളും എല്ലാം ഒരാളോട് തുറന്നു പറയണമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ശരിയാണ്, നമ്മൾക്ക് എല്ലാവരുമുണ്ട്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും നമ്മുടെ ബന്ധുമിത്രാദികളോട് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട്. സ്വന്തം ഭാര്യയോട് തൻ്റെ ഉത്കണ്ഠകൾ, വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിനോട് വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയാത്ത ഭാര്യമാരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പങ്കാളിയുമായി നിങ്ങളുടെ ഉത്കണ്ഠകൾ പങ്കുവെച്ചിട്ടുണ്ടാകാം. എന്നാൽ അത് അവർക്ക് മനസ്സിലാവുകയോ ഉൾക്കൊള്ളാൻ സാധിക്കുകയോ ചെയ്തിട്ടുണ്ടാകുകയില്ല. എന്നെ ആർക്കെങ്കിലും ഒന്ന് മനസ്സിലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. നിങ്ങൾക്കറിയാമോ, ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം എന്നെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല, എൻ്റെ വിഷമങ്ങൾ ഉൾക്കൊള്ളാൻ ആർക്കും കഴിയുന്നില്ല എന്ന തെറ്റിദ്ധാരണയാണ്. നീ അക്ഷമനായി വിഷണ്ണനായി ഓടുന്നതിനിടയിൽ നിന്റെ അടുത്ത് നിൽക്കുന്ന ക്രിസ്തുവിനെ നീ ഗൗനിച്ചിട്ടുണ്ടോ? നിന്നെ മുഴുവനായി അറിയുന്ന, നിന്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധാലുവായ ഒരു ദൈവം നിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് കേവലം ഒരു വിശ്വാസമല്ല,
സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 തിരുവചനം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യേശു നിന്റെ ചാരത്ത് നിന്നുകൊണ്ട് നിന്റെ സങ്കടങ്ങളും വ്യാകുലതകളും കണ്ട് വാത്സല്യത്തോടെ ശ്രദ്ധാലുവായി നിന്നെ നോക്കി നിൽക്കുന്നുണ്ട്. സുഹൃത്തെ, ആത്മഹത്യ ചെയ്യാൻ വരട്ടെ, നീതി കിട്ടാൻ വേണ്ടി മറ്റു ദുർമാർഗങ്ങൾ അന്വേഷിച്ചു പോകാൻ വരട്ടെ, അവനോട് നിങ്ങളുടെ ഉത്കണ്ഠകളും ആവലാതികളും പങ്കുവച്ചാട്ടെ. ആൻഡ് വെയിറ്റ് അപ്പോൺ ഫോർ ഹിസ് ആക്ഷൻ. നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും മനം തകർന്ന് വിഷമിച്ച് ആത്മഹത്യയുടെ വക്കിൽ ഇരിക്കുന്നത് കണ്ടാൽ യേശു നിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറയണം. യേശു എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ ദുരാത്മസേനകൾ വിറങ്ങലിച്ച് പിന്മാറും. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 11:28, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതേ പ്രിയരെ, യേശു ആശ്വാസദായകനാണ്. യേശു നിങ്ങളുടെ ഭാരം വഹിക്കാൻ മതിയായവനാണ്. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും, തക്ക സമയത്ത് മറുപടി നൽകും. എൻ്റെ മോൻ, അവനിപ്പോൾ 3 വയസ്സ് പ്രായം. അവൻ പലപ്പോഴും അടുക്കളയിൽ കത്തിയിരിക്കുന്നത് കാണുമ്പോൾ എടുത്തു തരാൻ പറഞ്ഞ് വാശി പിടിച്ച് കരയാറുണ്ട്. അവൻ എത്ര കരഞ്ഞാലും നിലത്ത് കിടന്ന് വാശി പിടിച്ച് ഉരുണ്ടാലും ഞാനത് എടുത്തു കൊടുക്കാറില്ല. എനിക്കറിയാം എടുത്തു കൊടുത്താൽ അത് അവന് ഉപയോഗിക്കാൻ പ്രാപ്തി ആയിട്ടില്ലെന്ന്. എന്നാൽ അവൻ കുറച്ചുകൂടി പ്രായമാകുമ്പോൾ അവൻ ഇതേ അഭ്യർത്ഥനയുമായി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാനത് നിശ്ചയമായും എടുത്തു കൊടുക്കും. എല്ലാ അപ്പന്മാരും മക്കളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവും തൻ്റെ മക്കളോട് ഇപ്രകാരം തന്നെയാണ് പെരുമാറുന്നത്. ചോദിക്കുന്ന കാര്യങ്ങൾ എപ്പോൾ നൽകണമെന്ന് നമ്മളെക്കാൾ കൃത്യമായി വ്യക്തമായി നമ്മുടെ പിതാവായ ദൈവത്തിന് അറിയാം. നാം അവൻ്റെ സമയത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സഭാപ്രസംഗകൻ പറയുന്നത് പോലെ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരു അവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം, കൊല്ലാൻ ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്താൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം. യെസ്, ദർ ഇസ് എ ടൈം ഫോർ എവറിത്തിങ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന അളവിൽ ദൈവം പ്രവർത്തിക്കണം എന്ന് നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത്. അങ്ങനെ ദൈവം പ്രവർത്തിക്കുന്നു എങ്കിൽ നിങ്ങളും ദൈവവും തമ്മിൽ എന്താണ് വ്യത്യാസം? ദൈവത്തെ ദൈവമായി ജീവിക്കാൻ അനുവദിക്കൂ. ഡോണ്ട് ബി അഫ്രൈഡ്, ഡോണ്ട് ബി സ്കേർഡ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദൈവം ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണമായ ബോധ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പതറിപ്പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്. ദൈവത്തിൻ്റെ ശക്തി എന്ന 3ാമത്തെ ഇഴയെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ധ്യാനിക്കാം. ഗോഡ് ബ്ലസ് യു.